ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടെ ലൈഫിലോ അവരുടെ വീട്ടിലോ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാരോട് പറഞ്ഞെങ്കിൽ മാത്രമേ സമാധാനമുള്ളൂ. അവർ ഫോൺ വിളിച്ചും നടന്നും ഒക്കെ എല്ലാവരോടും അത് പറയും. അവർക്ക് പറയാൻ എവിടെയാണ് ഒരു കംഫർട്ട് സോൺ ഉള്ളത്. അതായത് നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ നമുക്ക് അവരോട് പറഞ്ഞ ഒരു സന്തോഷമാണ്, നമുക്ക് അവർക്കും അത് സന്തോഷമാണെന്ന് തോന്നുന്നവരോട് നമ്മളത് പറയും. ചിലരാണെങ്കിൽ എന്ത് നല്ല കാര്യമുണ്ട് ആയി എന്തും ആയിക്കോട്ടെ, ഒരു 100ൽ 100 നിൽക്കുന്ന ഒരു നല്ല കാര്യമായാലും ചിലരാരോടും പറയത്തില്ല. അവരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാതെ വരുമോ, അത് അഴുക്കാണോ, അത് നെഗറ്റീവ് ഉണ്ടാവുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്താഗതിക്കാർ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത്, ദൈവം നമുക്കായിട്ടൊരു കാര്യം ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്ത് സംഭവമെന്ന് പറഞ്ഞാലും ദൈവം നമുക്കത് എന്താ പറയുന്നത്, നമുക്കായിട്ട് ഒരുക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. അത് ആരോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ആരൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. ഇങ്ങനെ 2 ടൈപ്പിലുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങളിൽ ഓരോരുത്തരും എങ്ങനെയാണ് ക്യാരക്ടറെന്ന് നമുക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. പിന്നെ നമ്മളെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം, അവൻ എന്തുകൊണ്ടെങ്കിലും പറയും, അല്ലെ അവൾ എന്തുകൊണ്ടെങ്കിലും പറയും, വിശ്വസിക്കാവുന്നിടത്ത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമുണ്ട്, നമ്മളൊരാളോടൊരു കാര്യം സംസാരിക്കുന്നെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അവരെ ട്രസ്റ്റ് ആയിരിക്കണം, അല്ലേ? ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള ആളുടെ അടുത്ത് മാത്രമേ നമുക്ക് അവരിലൊരു നല്ല വിശ്വാസം വേണം. ആ വിശ്വാസമുള്ളവരോട് നമ്മൾ എന്ത് കാര്യവും നമ്മൾ ഓപ്പണായിട്ട് തുറന്നു പറയും. അതവർ നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നു, അല്ലെ നമ്മളെ അവർ കാര്യം കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ട്, സന്തോഷം വരുന്നവരാണെങ്കിൽ നമ്മളങ്ങനെ ഇടപെട്ട് സംസാരിക്കും. പിന്നെ ചിലർക്ക് ഇതറിഞ്ഞു കഴിഞ്ഞാൽ കുത്തലുണ്ടാവും, അല്ലെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർക്ക് ദേഷ്യമായിരിക്കും, കുശുമ്പായിരിക്കും എന്നൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിലരോട് ചില കാര്യങ്ങളും നമ്മൾ പറയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം ദൈവം തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ലൈഫിൽ ദൈവം അത് നടത്തി തന്നിരിക്കും. നമ്മുടെ ലൈഫിൽ ദൈവം അങ്ങനെ ചിന്തിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ചിലർ പറയുമല്ലോ, നെഗറ്റീവ് എനർജി, നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ ഇല്ലെന്നൊന്നും അങ്ങ് പറയുന്നില്ല. അങ്ങനെയുള്ള ശക്തികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്കായിട്ട് ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, തരും, ഇന്നാർക്കായിട്ട് ഞാനത് കൊടുക്കുമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമുക്കത് ദൈവം തന്നിരിക്കും. അത് അറ്റ് എനി കോസ്റ്റ്, അത് എപ്പോഴായാലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ അത് വന്നിരിക്കും. പിന്നെ ചിലർ പറയല്ലോ, അവരറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ചിലരുണ്ട്, ഇപ്പോൾ ഒരാൾക്കൊരു ജോലി കിട്ടുമെന്നറിയാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുമെന്നറിയാം, അപ്പോൾ അവിടെ പോയി അതിനെ ബ്രേക്ക് ചെയ്യാം, തടസ്സപ്പെടുത്താൻ നോക്കും. മറ്റാളിൻ്റെ അടുത്ത് ചെന്നിട്ട് അവർക്കത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാൾ ഒരു വസ്തു മേടിക്കാം, അവർക്കത് കൊടുക്കാൻ പാടില്ല കേട്ടോ, അവർ ഇതല്ല, അങ്ങനല്ല, അങ്ങനെ പറഞ്ഞ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ പ്രപഞ്ചത്തിൻ്റേതായ അങ്ങനൊരു ശക്തി ഉണ്ടെന്ന് ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നെഗറ്റീവ്സും നെഗറ്റീവ് എനർജിയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 100ൽ 80% ആൾക്കാരും അതിനെ വിശ്വസിക്കുന്ന ആൾക്കാരുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ, നമുക്കായി ദൈവം ഒരു കാര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതല്പം താമസിച്ചാലും അത് നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, നമുക്കായിട്ട് ദൈവം എന്തെങ്കിലും എവിടെയെങ്കിലും ഒരുക്കിയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ആ ഒരു കാര്യം നമ്മളുടെ അതാത് സമയത്ത് നമ്മുടെ കൈകളിൽ തന്നെ ഭദ്രമായിട്ടിങ്ങ് എത്തിച്ചേരും. എങ്ങും നമ്മൾ വണ്ടി പിടിച്ച് പോകേണ്ട കാര്യമേ ഇല്ല. അത് നമ്മളിൽ തന്നെ എപ്പോഴായാലും കറങ്ങി തിരിഞ്ഞ് വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായ നല്ല പ്രവർത്തികൾ, നമ്മളെ വിശ്വസിക്കുന്നവരുടെ അടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി നന്മ ചെയ്യുക, നമ്മൾ നമ്മുടേതായ നല്ല പ്രവൃത്തികൾ മാത്രം മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുക, നമ്മൾ പ്രവർത്തിക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നമ്മുടെ കൈകളിൽ തന്നെ അതങ്ങ് എത്തിച്ചേരും. അത് ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. നെഗറ്റീവ്സ് നെഗറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ കാണുമായിരിക്കാം, പക്ഷേ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക കൂടുതലും. പിന്നെ മറ്റേതിൽ വിശ്വസിക്കുന്നവർ അവരുടെ വിശ്വാസം അങ്ങനെ പൊക്കോട്ടെ. അപ്പോൾ നമ്മൾ നല്ലത് ചെയ്യുക, നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുക. അപ്പോൾ ശരിയെങ്കിൽ പിന്നെ കാണാമേ.